സൂര്യനസ്തമിച്ചാൽ ഇരുട്ടിലായി കൊടുവായൂർ പട്ടണം. വലഞ്ഞ യാത്രക്കാരും വ്യാപാരികളും. കൊടുവായൂരിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതിനിന്നും പരിഹാരമില്ലാതിരിക്കെ പുതിയ വെല്ലുവിളിയായി ഇരുട്ട്. കച്ചവടക്കാരും സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരും പാതയിലെ ഇരുട്ടിൽ വലയുകയാണ്. ഇവിടെ ഒരു ഹൈമാസ് ലൈറ്റ് ഒക്കെ ഉണ്ട്, അത് കത്തുന്നില്ലല്ലേ? ഒരാഴ്ച മേലെയാ. ആരും അന്വേഷിക്കുന്നില്ല. ഒരാഴ്ച മീതെ ഇവിടെ ഇല്ല. കൊടുവായൂർ ഈ കടകളൊക്കെ അടച്ച് ലൈറ്റ് കൊടുവായൂർ ഈ ഷോപ്പുകളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇരുട്ടാണ്. ഇത് എത്ര കാലമായി? ഇത് ഒരാഴ്ച മീതിയായി. 12 ദിവസവും. അതെയോ? ഇതുവരെ ആരും ഒന്ന് ലൈറ്റ് ഒന്ന് ശരിയാക്കി ഫീസ് പോയി. പക്ഷെ സ്ട്രീറ്റ് ലൈറ്റുകളും കത്തുന്നില്ല. അവിടെ ഒന്നും ലൈറ്റേ ഇല്ല അല്ലേ? പള്ളിക്ക് മുമ്പിലുണ്ടായിരുന്നു, കടപ്പള്ളിക്ക് മുമ്പിലേ ഒന്നുള്ളൂ. അതൊന്നേ ഉള്ളൂ. അതൊന്ന് മാത്രം വർക്ക് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എത്തണം. വർക്ക് ചെയ്തുകൊണ്ടിരുന്നാണ്. ഇപ്പൊ 12 ദിവസമായി. ആരുമില്ല, അതിന്റെ ശ്രദ്ധിക്കില്ല, ആരും ചോദ്യം ചെയ്യുന്നില്ല അല്ലേ? നോക്കിയേ, കണ്ടില്ല ഇവിടെ ഒരു ഹൈമാസ് ലൈറ്റൊക്കെ ഓഫായി കിടക്കുക, കത്തുന്നില്ല. ഇപ്പോൾ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10:30. ഇപ്പോൾ കടകളെല്ലാം അടച്ചപ്പോൾ കടകളിലെ ലൈറ്റെല്ലാം കെടുത്തിയപ്പോൾ ഈ ജംഗ്ഷൻ ഫുള്ള് ഇരുട്ടിലാണിപ്പോൾ. തെരുവ് വിളക്കുകളുണ്ടെങ്കിലും ഭൂരിഭാഗവും കത്തുന്നില്ല. പാലക്കാട് റോഡിലേക്ക് തിരിയുന്നിടത്തെ ഗതാഗതക്കുരുക്കിൽ വാഹനങ്ങൾ പെടുന്നത് പതിവാണ്. ഇവിടെ ഇരുട്ടുകൂടിയാലത്തെ അവസ്ഥ പിന്നെ പറയണോ? ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനയാത്രക്കാർ രാത്രി പാലക്കാട്ടേക്ക് എവിടെ വെച്ച് തിരിയണമെന്നറിയാതെ വലയുകയാണ്. പ്രധാന ജംഗ്ഷനായ ഇവിടെയും കുഴൽമന്നം ജംഗ്ഷനിലും ഇരുട്ട് തന്നെ ശരണം. വെളിച്ചം ദുഃഖമാണുണ്ണി എന്ന കവിവാക്യം തന്നെയാണ് കൊടുവായൂരുകാർക്കിപ്പോൾ ശരണം. പുതിയ തദ്ദേശ സ്ഥാപന അധികാരികൾ വന്നപ്പോഴെങ്കിലും ഇരുട്ടിനും യാത്രാ പരിമിതികൾക്കും പരിഹാരമാകുമെന്ന് കരുതിയവർക്കാണ് തെറ്റിയിരിക്കുന്നത്. വസ്ത്രങ്ങളുടെയും പച്ചക്കറി പലവ്യഞ്ജനങ്ങളുടെയും പ്രധാന വിപണന കേന്ദ്രമായ കൊടുവായൂരിന് ഇതിൽ പരം എന്ത് നാണക്കേടുണ്ടാവാനാണ്? UTV ന്യൂസ്, പാലക്കാട്.